ശാന്തി 15/4/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ സ്വധർമ്മം ശാന്തിയാണ്. സത്യമായ ശാന്തി ശാന്തിധാമത്തിലെ ലഭിക്കുകയുള്ളൂ. ഈ കാര്യം എല്ലാവരെയും കേൾപ്പിക്കണം. സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യണം. ചോദ്യം: ഏതൊരു നോളജ് ഒരു ബാബയുടെ അടുക്കലാണുള്ളത്? അത് ഇപ്പോൾ തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത്. ഉത്തരം: പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും നോളജ്. ഭാരതവാസികൾ എപ്പോഴാണോ ബാബയെ അധിക്ഷേപിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ പാപാത്മാവാകുന്നു. എപ്പോഴാണോ ബാബയെയും ഡ്രാമയെയും അറിയുന്നത്, അപ്പോൾ പുണ്യാത്മാവാകുന്നു. ഈ പഠനം കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ തന്നെയാണ് പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, സർവർക്കും സദ്ഗതി നൽകുന്നവൻ ഒരേ ഒരു ബാബയാണ്. മനുഷ്യർക്ക് സദ്ഗതി, അതായത് മുക്തിയും ജീവൻ മുക്തിയും നൽകുവാൻ സാധിക്കില്ല. ഗീതം ഈ പാപത്തിൻ്റെ ലോകത്തിൽ നിന്നും ഇന്നിപ്പോൾ മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകൂ. എവിടെയാണോ ചിത്തത്തിന് സ്വസ്ഥത ലഭിക്കുന്നത് അവിടേക്ക്. ഓം ശാന്തി. ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് പാപാത്മാക്കളുടെ ലോകമാണ്. ഭാരതത്തിൽ തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. ഭാരതം പുണ്യാത്മാക്കളുടെ ലോകമായിരുന്നു. അവിടെ ദേവീ ദേവതമാരുടെ രാജ്യമുണ്ടായിരുന്നു. ഈ ഭാരതം സുഖധാമം ആയിരുന്നു. മറ്റൊരു ഖണ്ഡവും ഉണ്ടായിരുന്നില്ല. ഒരേ ഒരു ഭാരതമാണ് ഉണ്ടായിരുന്നത്. സ്വസ്ഥത അഥവാ സുഖം ആ സത്യയുഗത്തിൽ ഉണ്ടായിരുന്നു. അതിനെ സ്വർഗം എന്ന് പറയുന്നു. ഇതാണ് നരകം. ഭാരതം തന്നെയാണ് സ്വർഗമായിരുന്നത്, ഇപ്പോൾ നരകമായിരിക്കുന്നു. നരകത്തിൽ സ്വസ്ഥത അഥവാ സുഖവും ശാന്തിയും എവിടെ നിന്നും വരാൻ? കലിയുഗത്തെ നരകമെന്ന് പറയുന്നു. കലിയുഗ അന്ത്യത്തെ പിന്നെയും രൗരവ നരകം എന്ന് പറയുന്നു, ദുഃഖധാമം എന്ന് പറയുന്നു. ഭാരതം തന്നെയാണ് സുഖധാമം ആയിരുന്നത്. അപ്പോൾ ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. ഭാരതവാസികളുടെ ഗൃഹസ്ഥധർമ്മം പവിത്രമായിരുന്നു. പ്യൂരിറ്റിയും ഉണ്ടായിരുന്നു, സുഖശാന്തിയും ഉണ്ടായിരുന്നു, സമ്പത്തും വളരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേ ഭാരതം പതീതമായിരിക്കുന്നു. എല്ലാവരും വികാരിയായിരിക്കുന്നു. ഇതാണ് ദുഃഖധാമം. ഭാരതം സുഖധാമമായിരുന്നു. പിന്നെ എവിടെയാണോ നമ്മൾ ആത്മാക്കൾ നിവസിക്കുന്നത്, അതാണ് ശാന്തിധാമം. ശാന്തി അവിടെ ശാന്തിധാമത്തിൽ തന്നെയാണ് ലഭിക്കുക. ആത്മാവിന് ശാന്തമായി അവിടെ തന്നെയാണ് ഇരിക്കുവാൻ സാധിക്കുന്നത്. അതിനെ സ്വീറ്റ് ഹോം, നിരാകാരി ലോകം എന്ന് പറയുന്നു. അതാണ് ആത്മാക്കളുടെ വീട്. അവിടെ എപ്പോൾ വസിക്കുന്നു, അപ്പോൾ ആത്മാവ് ശാന്തിയിലാണ്. അല്ലാതെ ശാന്തി ഏതെങ്കിലും കാട്ടിലോ മറ്റോ പോകുന്നതിലൂടെ ലഭിക്കില്ല. ശാന്തിധാമം അതാണ്. സത്യയുഗത്തിൽ സുഖവുമുണ്ട്, ശാന്തിയുമുണ്ട്. ഇവിടെ ദുഃഖധാമത്തിൽ ശാന്തി ഉണ്ടാവുക സാധ്യമല്ല. ശാന്തിധാമത്തിലാണ് ലഭിക്കുന്നത്. സുഖധാമത്തിലും കർമ്മം നടക്കുന്നു. ശരീരത്തിലൂടെ പാർട്ട് അഭിനയിക്കേണ്ടതുണ്ട്. ഈ ദുഃഖധാമത്തിൽ സുഖവും ശാന്തിയുമുള്ള ഒരു മനുഷ്യൻ പോലുമില്ല. ഇതാണ് ഭ്രഷ്ടാചാരി പതീതധാമം. അതിനാലാണ് പതീത പാവനെ വിളിക്കുന്നത്. എന്നാൽ ആ ബാബയെ ആരും തന്നെ അറിയുന്നില്ല. അതിനാൽ നാഥനില്ലാത്തതായിരിക്കുന്നു. അനാഥരായത് കാരണം പരസ്പരം അടിയും വഴക്കം കൂടുന്നു. എത്ര ദുഃഖവും അശാന്തിയുമാണ്, അക്രമങ്ങളാണ്. ഇത് രാവണ രാജ്യമാണ്. രാമരാജ്യത്തിനായി യാചിക്കുന്നു. രാവണ രാജ്യത്തിൽ സുഖവുമില്ല, ശാന്തിയുമില്ല. രാമരാജ്യത്തിൽ സുഖവും ശാന്തിയും രണ്ടുമുണ്ടായിരുന്നു. പരസ്പരം ഒരിക്കലും അടിയോ വഴക്കോ കൂടുമായിരുന്നില്ല. അവിടെ 5 വികാരങ്ങളെ ഉണ്ടായിരിക്കുന്നില്ല. ഇവിടെ 5 വികാരങ്ങളുണ്ട്. ആദ്യത്തേതാണ് മുഖ്യമായ ദേഹാഭിമാനം. പിന്നെ കാമം, ക്രോധം.
ഭാരതം എപ്പോൾ സ്വർഗമായിരുന്നോ അപ്പോൾ ഈ വികാരങ്ങൾ ഉണ്ടായിരുന്നില്ല. അവിടെ ദേഹി അഭിമാനിയായിരുന്നു. ഇപ്പോൾ എല്ലാ മനുഷ്യരും ദേഹാഭിമാനിയാണ്. ദേവതമാർ ദേഹി അഭിമാനിയായിരുന്നു. ദേഹാഭിമാനമുള്ള മനുഷ്യന് ഒരിക്കലും ആർക്കും സുഖം നൽകുവാൻ സാധിക്കില്ല. അന്യോന്യം ദുഃഖം തന്നെയാണ് കൊടുക്കുന്നത്. ചിലർ ലക്ഷപതിയും കോടിപതിയും പദം പതിയുമാണെങ്കിൽ സുഖമുള്ളവരാണ് എന്ന് മനസ്സിലാക്കാതിരിക്കൂ. അല്ല, ഇതെല്ലാം മായയുടെ പുറംമോടിയാണ്, മായയുടെ രാജ്യമാണ്. ഇപ്പോൾ അതിൻ്റെ വിനാശത്തിനു വേണ്ടി ഈ മഹാഭാരത യുദ്ധം മുന്നിൽ നിൽക്കുന്നു. ഇതിനുശേഷം പിന്നെ സ്വർഗത്തിൻ്റെ കവാടം തുറക്കേണ്ടതുണ്ട്. പകുതി കൽപ്പത്തിനു ശേഷം പിന്നെ നരകത്തിൻ്റെ കവാടം തുറക്കുന്നു. ഈ കാര്യങ്ങൾ ഒരു ശാസ്ത്രങ്ങളിലുമില്ല. ഭാരതവാസികൾ പറയുന്നു, എപ്പോഴാണോ ഭക്തി ചെയ്യുന്നത് അപ്പോൾ ഭഗവാനെ ലഭിക്കും. ബാബ പറയുന്നു, എപ്പോഴാണോ ഭക്തി ചെയ്ത് തീർത്തും താഴേക്ക് വരുന്നത് അപ്പോൾ എനിക്ക് വരേണ്ടി വരുന്നു സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യാൻ, അതായത് ഭാരതത്തെ സ്വർഗമാക്കാൻ. ഭാരതം സ്വർഗമായിരുന്നു, അതെങ്ങനെ നരകമായി? രാവണനാണാക്കിയത്. ഗീതയുടെ ഭഗവാനിൽ നിന്നും നിങ്ങൾക്ക് രാജ്യം ലഭിച്ചു. 21 ജന്മം സ്വർഗത്തിൽ രാജ്യം ഭരിച്ചു. പിന്നെ ഭാരതം ദ്വാപരയിൽ നിന്നും കലിയുഗത്തിലേക്ക് വന്നു, അതായത് ഇറങ്ങുന്ന കലയായി. അതിനാൽ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഹേ പതീത പാവന വരൂ. പതീത മനുഷ്യർക്ക് സുഖവും ശാന്തിയും പതീത ലോകത്തിൽ ലഭിക്കുകയില്ല. എത്ര ദുഃഖം അനുഭവിക്കുന്നു. ഇന്ന് ധനം മോഷ്ടിക്കപ്പെട്ടു, ഇന്ന് പാപ്പരായി, ഇന്ന് രോഗിയായി. ദുഃഖം തന്നെ ദുഃഖമാണല്ലോ. ഇപ്പോൾ നിങ്ങൾ സുഖത്തിൻ്റെയും ശാന്തിയുടെയും സമ്പത്ത് നേടാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബയിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. സദാ സുഖമുള്ളവനാക്കി മാറ്റുന്നവൻ ഒരേ ഒരു ബാബയാണ്. സദാ ദുഃഖിയാക്കി മാറ്റുന്നത് രാവണനാണ്. ഈ കാര്യങ്ങൾ ഭാരതവാസികൾ അറിയുന്നില്ല. സത്യയുഗത്തിൽ ദുഃഖത്തിൻ്റെ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. ഒരിക്കലും കരയേണ്ടി വരുന്നില്ല. സദാ സുഖം തന്നെ സുഖമാണ്. അവിടെ ദേഹാഭിമാനം അഥവാ കാമം, ക്രോധം തുടങ്ങിയവ ഉണ്ടായിരിക്കില്ല. 5 വികാരങ്ങൾ ദാനം നൽകാത്തതുവരെയും ദുഃഖത്തിൻ്റെ ഗ്രഹണം മാറുകയില്ല. ദാനം നൽകിയാൽ ഗ്രഹണം മാറും എന്ന് പറയുന്നുണ്ടല്ലോ. ഈ സമയം മുഴുവൻ ഭാരതത്തിനും 5 വികാരങ്ങളുടെ ഗ്രഹണം ബാധിച്ചിരിക്കുന്നു. ഈ 5 വികാരങ്ങൾ ദാനം ചെയ്യാത്തതുവരെയും 16 കല സമ്പൂർണമായ ദേവതയാകുവാൻ സാധിക്കില്ല. ബാബ സർവരുടെയും സദ്ഗതി ദാതാവാണ്. ഗുരു ഇല്ലാതെ ഗതിയില്ല എന്ന് പറയുന്നു. എന്നാൽ ഗതിയുടെ അർത്ഥം പോലും മനസ്സിലാക്കുന്നില്ല. മനുഷ്യൻ്റെ ഗതിയും സദ്ഗതിയും എന്നാൽ മുക്തിയും ജീവൻ മുക്തിയും. അതും ബാബയ്ക്ക് നൽകാൻ കഴിയുകയുള്ളൂ. ഈ സമയം സർവരുടെയും സദ്ഗതി ഉണ്ടാകേണ്ടതുണ്ട്. ഡൽഹിയെ ന്യൂ ഡൽഹി എന്നും പഴയ ഡൽഹി എന്നും പറയുന്നു. എന്നാൽ ഇപ്പോൾ ന്യൂ ഒന്നുമല്ല. ന്യൂ വേൾഡിലാണ് ന്യൂ ഡൽഹി ഉള്ളത്. ഓൾഡ് വേൾഡിൽ ഓൾഡ് ഡൽഹിയാണുള്ളത്. തീർച്ചയായും യമുനയുടെ തീരത്തായിരുന്നു. ഡൽഹി ദേവസ്ഥാനമായിരുന്നു. സത്യയുഗമായിരുന്നല്ലോ. ദേവി ദേവന്മാർ രാജ്യം ഭരിച്ചിരുന്നു. ഇപ്പോഴാണെങ്കിൽ പഴയ ലോകത്തിൽ പഴയ ഡൽഹിയാണ്. പുതിയ ലോകത്തിലാണെങ്കിൽ ഈ ലക്ഷ്മി നാരായണൻ്റെ രാജ്യമായിരുന്നു. ഭാരതവാസികൾ ഇത് മറന്നുപോയി. പുതിയ ഭാരതവും പുതിയ ഡൽഹിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ രാജ്യമായിരുന്നു. മറ്റൊരു ഖണ്ഡവും ഉണ്ടായിരുന്നില്ല. ഇത് ആരും അറിയുന്നില്ല. ഗവൺമെൻറ് ഇത് പഠിപ്പിക്കുന്നില്ല. ഇത് അപൂർണമായ ഹിസ്റ്ററിയാണ് എന്നറിയാം. ഇസ്ലാമിയും ബൗദ്ധരും വന്നതു മുതൽ ഉള്ളത്. ലക്ഷ്മി നാരായണൻ്റെ രാജ്യത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. ഇത് ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കിക്കുന്നത്.
മുഴുവൻ സൃഷ്ടിയുടെയും ചക്രം എങ്ങനെ തിരിയുന്നു? എപ്പോൾ ഭാരതം സ്വർഗമായിരുന്നോ അപ്പോൾ ഗോൾഡൻ ഏജ് ആയിരുന്നു. ഇപ്പോൾ അതേ ഭാരതം നോക്കൂ എന്തായിരിക്കുന്നു. വീണ്ടും ഭാരതത്തെ ആരാണ് വജ്രതുല്യമാക്കുക? ബാബ പറയുന്നു, എപ്പോഴാണോ നിങ്ങൾ വളരെയധികം പാപാത്മാവാകുന്നത് അപ്പോൾ ഞാൻ വരുന്നു പുണ്യ ആത്മാവായി മാറ്റുന്നതിന്. ഈ ഡ്രാമ തയ്യാറാക്കപ്പെട്ടതാണ്. ഇതിനെ ആരും തന്നെ അറിയുന്നില്ല. ഈ നോളജ് ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. നോളജ്ഫുൾ ബാബ തന്നെയാണ്. ആ ബാബ വന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യന് ഒരിക്കലും സദ്ഗതി നൽകാൻ സാധിക്കില്ല. എപ്പോൾ ദേവീ ദേവതയായിരുന്നോ അപ്പോൾ എല്ലാവരും അന്യോന്യം സുഖം നൽകിയിരുന്നു. ഒരിക്കലും അസുഖമുള്ളവരോ രോഗിയോ ഉണ്ടായിരുന്നില്ല. ഇവിടെയാണെങ്കിൽ എല്ലാവരും രോഗിയാണ്. ഇപ്പോൾ ബാബ വന്നിരിക്കുന്നു വീണ്ടും സ്വർഗമുണ്ടാക്കുവാൻ. ബാബ സ്വർഗമുണ്ടാക്കുന്നു, രാവണൻ നരകമുണ്ടാക്കുന്നു. ഇത് കളിയാണ്. ഇതിനെ ആരും തന്നെ അറിയുന്നില്ല. ശാസ്ത്രങ്ങളുടെ ജ്ഞാനം ഫിലോസഫിയാണ്, ഭക്തി മാർഗമാണ്. അത് സദ്ഗതിയുടെ മാർഗമൊന്നുമല്ല. ഇത് ഏതെങ്കിലും ശാസ്ത്രങ്ങളുടെ ഫിലോസഫി അല്ല. ബാബ ഒരു ശാസ്ത്രവും കേൾപ്പിക്കുന്നില്ല. ഇതാണ് സ്പിരിച്വൽ നോളജ്. ബാബയെ സ്പിരിച്വൽ ഫാദർ എന്ന് പറയുന്നു. ആ ഒന്ന് ആത്മാക്കളുടെ പിതാവാണ്. ബാബ പറയുന്നു, ഞാൻ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്, അതിനാൽ നോളജ് ഫുള്ളാണ്. ഈ മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിൻ്റെ ആയുസ് എത്രയാണ്? എങ്ങനെ വർധന ഉണ്ടാകുന്നു? പിന്നെ എങ്ങനെ ഭക്തിമാർഗം ആരംഭിക്കുന്നു? ഇത് ഞാൻ അറിയുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഈ നോളജ് നൽകി സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു. പിന്നെ നിങ്ങൾ അധികാരിയായി തീരുന്നു. ഈ നോളജ് നിങ്ങൾക്ക് ഒരേ ഒരു തവണയാണ് ലഭിക്കുന്നത്, പിന്നെ മറഞ്ഞു പോകുന്നു. പിന്നെ സത്യയുഗത്തിലും ത്രേതായിലും ഈ നോളജിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കുന്നില്ല. ഈ നോളജ് കേവലം ബ്രാഹ്മണരായ നിങ്ങൾക്കാണുള്ളത്. ദേവതമാർക്ക് ഈ നോളജ് ഇല്ല. പരമ്പരയായി ഈ നോളജ് വരിക സാധ്യമല്ല. ഇത് കേവലം കുട്ടികളായ നിങ്ങൾക്ക് ഒരേ ഒരു തവണയാണ് ലഭിക്കുന്നത്. അതിലൂടെ നിങ്ങൾ ജീവൻ മുക്തരാകുന്നു. ബാബയിൽ നിന്നും സമ്പത്ത് നേടുന്നു. നിങ്ങളുടെ അടുക്കൽ വളരെയധികം പേർ വരുന്നു. മനസ്സിന് ശാന്തി എങ്ങനെ കിട്ടും എന്ന് പറയുന്നു. എന്നാൽ ഈ പറയുന്നത് തെറ്റാണ്. മനസ്സും ബുദ്ധിയും ആത്മാവിൻ്റെ ഓർഗൻസ് ആണ്. ശരീരത്തിന് ഓർഗൻസ് ഉള്ളതുപോലെ ആത്മാവിനെ കല്ല് ബുദ്ധിയിൽ നിന്നും പവിഴ ബുദ്ധി ബാബ തന്നെയാണ് വന്ന് ആക്കുന്നത്. അത് സത്യയുഗത്തിലും ത്രേതാ വരെയും തുടരുന്നു. പിന്നെ കല്ല് ബുദ്ധിയായി മാറുന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങൾ കല്ല് ബുദ്ധിയിൽ നിന്നും പവിഴ ബുദ്ധിയാകുന്നു. നിങ്ങളുടേത് പവിഴ ബുദ്ധി ആയിരുന്നു, അതിൽ മാലിന്യം ചേർന്നു. ഇപ്പോൾ വീണ്ടും പവിഴ ബുദ്ധി എങ്ങനെയാകും? ബാബ പറയുന്നു, ഹേ ആത്മാവേ, എന്നെ ഓർമ്മിക്കൂ. ഓർമ്മയുടെ യാത്രയിലൂടെ നിങ്ങൾ പവിത്രമാകും, എൻ്റെ അടുക്കൽ വന്നു ചേരും. പിന്നെ മനസ്സിന് ശാന്തി എങ്ങനെ ലഭിക്കും എന്നാരാണ് പറയുന്നത്? അവരോട് പറയൂ, ഇവിടെ ശാന്തി എങ്ങനെ ഉണ്ടാകും? ഇത് ദുഃഖധാമം തന്നെയാണ്. കാരണം വികാരങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഇതാകട്ടെ പരിധിയില്ലാത്ത ബാബയിലൂടെ മാത്രമേ സമ്പത്ത് ലഭിക്കുകയുള്ളൂ. പിന്നെ രാവണന്റെ കൂട്ട് ലഭിക്കുന്നതിലൂടെ പതീതമായി മാറുന്നു. പിന്നെ ബാബയിലൂടെ പാവനമാകുന്നതിൽ സെക്കൻഡ് എടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നു ബാബയിൽ നിന്നും ജീവൻ മുക്തിയുടെ സമ്പത്ത് നേടുവാൻ. ബാബ ജീവൻ മുക്തിയുടെ സമ്പത്ത് നൽകുന്നു. രാവണൻ ജീവൻ ബന്ധനത്തിൻ്റെ ശാപം നൽകുന്നു. അതിനാൽ ദുഃഖം തന്നെ ദുഃഖമാണ്. ഡ്രാമയെയും അറിയേണ്ടതുണ്ട്. ദുഃഖധാമത്തിൽ ആർക്കും സുഖവും ശാന്തിയും ലഭിക്കുക സാധ്യമല്ല. ശാന്തിയാണെങ്കിൽ നമ്മൾ ആത്മാക്കളുടെ സ്വധർമ്മമാണ്. ശാന്തിധാമം ആത്മാവിൻ്റെ വീടാണ്. ആത്മാവ് പറയുന്നു, എൻ്റെ സ്വധർമ്മം ശാന്തിയാണ്. ഈ ശരീരം വാദ്യം മുഴക്കുന്നതൊന്നുമില്ല.
അങ്ങനെയിരിക്കുന്നു. എന്നാൽ എവിടം വരെ ഇരിക്കും? കർമ്മം ചെയ്യുക തന്നെ വേണമല്ലോ. മനുഷ്യർ ഡ്രാമയെ മനസ്സിലാക്കാത്തതുവരെയും ദുഃഖിതരായിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ ദരിദ്രരുടെ നാഥനാണ്. ഇവിടെ ദരിദ്രർ തന്നെയാണ് വരുന്നത്. ധനികരെ സംബന്ധിച്ച് സ്വർഗം ഇവിടെയാണ്. അവരുടെ ഭാഗ്യത്തിൽ സ്വർഗത്തിൻ്റെ സുഖമില്ല. ബാബ പറയുന്നു, ഞാൻ ദരിദ്രരുടെ നാഥനാണ്. ധനികരെ ദരിദ്രവും ദരിദ്രരെ ധനികരുമാക്കുന്നു. ധനികർക്ക് ഇത്രയും ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. കാരണം ഇവിടെ ധനികർക്ക് ലഹരിയുണ്ട്. പിന്നെ പ്രജയിലേക്ക് വരും. സ്വർഗത്തിൽ തീർച്ചയായും വരും. എന്നാൽ ഉയർന്ന പദവി ദരിദ്രരാണ് നേടുന്നത്. ദരിദ്രർ ധനികരായി മാറുന്നു. അവർക്ക് ഞാൻ ധനവാനാണ് എന്ന ദേഹാഭിമാനമുണ്ടല്ലോ. പക്ഷേ ബാബു പറയുന്നു, ഈ ധനസമ്പത്തുകളെല്ലാം മണ്ണിനോട് ചേരേണ്ടതുണ്ട്, വിനാശം ആകേണ്ടതുണ്ട്. ദേഹി അഭിമാനി ആകുന്നതിൽ വളരെ പ്രയത്നമുണ്ട്. ഈ സമയം എല്ലാവരും ദേഹാഭിമാനിയാണ്. ഇപ്പോൾ നിങ്ങൾ ദേഹി അഭിമാനി ആകണം. ആത്മാവ് പറയുന്നു, ഞാൻ 84 ജന്മങ്ങൾ പൂർത്തിയാക്കി. നാടകം പൂർത്തിയാകുന്നു. ഇപ്പോൾ തിരികെ പോകേണ്ടതുണ്ട്. ഇപ്പോൾ കലിയുഗത്തിൻ്റെ അന്തിമത്തിൻ്റെയും സത്യയുഗത്തിൻ്റെ ആദിയുടെയും സംഗമമാണ്. ബാബ പറയുന്നു, ഓരോ 5000 വർഷത്തിനു ശേഷവും വരുന്നു ഭാരതത്തെ വീണ്ടും വജ്രതുല്യമാക്കുവാൻ. ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയും ബാബയ്ക്ക് തന്നെയാണ് പറഞ്ഞു തരാൻ സാധിക്കുന്നത്. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ബാബയിൽ നിന്നും ജീവൻ മുക്തിയുടെ സമ്പത്ത് നേടുന്നതിനായി തീർച്ചയായും പാവനമാകണം. ഡ്രാമയുടെ നോളജിനെ ബുദ്ധിയിൽ വച്ച് ദുഃഖധാമത്തിൽ ഇരുന്നു കൊണ്ടും ദുഃഖങ്ങളിൽ നിന്നും മുക്തമാകണം. ധനസമ്പത്തുകളുടെയും സമ്പന്നതയുടെയും ലഹരി ഉപേക്ഷിച്ച് ദേഹി അഭിമാനി ആയിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. വരദാനം. വികാരങ്ങളുടെ വംശത്തിൻ്റെ അംശത്തെ പോലും സമാപ്തമാക്കുന്ന സർവസമർപ്പണം അഥവാ ട്രസ്റ്റിയായി ഭവിക്കട്ടെ. ആരാണോ ആവശ്യ സമയത്തേക്ക് വേണ്ടി പഴയ സംസ്കാരങ്ങളുടെ പ്രോപ്പർട്ടിയെ മാറ്റിവെക്കുന്നത്, അപ്പോൾ മായ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പിടികൂടുന്നു. പഴയ രജിസ്റ്ററിലെ ചെറിയൊരു കഷ്ണം കൊണ്ടുപോലും പിടികൂടും. മായ വളരെ തീവ്രമാണ്. അതിൻ്റെ ക്യാച്ചിങ് പവർ ഒട്ടും കുറവല്ല. അതിനാൽ വികാരങ്ങളുടെ വംശത്തിൻ്റെ അംശത്തെ പോലും സമാപ്തമാക്കൂ. അല്പം പോലും ഏതെങ്കിലും കോണിൽ പഴയ ഖജനാവിൻ്റെ അടയാളം ഉണ്ടായിരിക്കരുത്. ഇതിനെയാണ് സർവസമർപ്പണം, ട്രസ്റ്റി അഥവാ യജ്ഞത്തിൻ്റെ സ്നേഹിയും സഹയോഗിയും എന്ന് പറയുന്നത്. സ്ലോഗൻ. ആരുടെയെങ്കിലും വിശേഷത കാരണം അവരോട് വിശേഷ സ്നേഹമുണ്ടാകുന്നതും മോഹമാണ്. അവ്യക്ത സൂചന. മഹാൻ ആകുന്നതിന് വേണ്ടി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. മധുരത തന്നെയാണ് മഹാനത. ഇതിലൂടെ മനസ്സിൻ്റെയും വായുടെയും കയ്പ് സമാപ്തമാകുന്നു. ക്രോധാഗ്നി ശീതളമാകുന്നു. ബാപ്ദാദ തൻ്റെ ഓരോ കുട്ടിയെയും ശീതള ദേവതയാക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ മധുരതയുടെ ഗുണത്തെ ധാരണ ചെയ്യൂ. താങ്കളുടെ മുഖവും മധുരമായിരിക്കട്ടെ. മധുരതയുടെ ഗുണത്താൽ നിറഞ്ഞവരാകൂ. ആര് തന്നെ സമ്പർക്കത്തിൽ വന്നാലും അവരെ മധുരമായ വാക്കുകൊണ്ടോ ശക്തിശാലി ദൃഷ്ടി കൊണ്ടോ നിറഞ്ഞവരാക്കൂ. ഓം ശാന്തി. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും
റിലാക്സ്ഡ് ആയിരുന്ന് എൻ്റെ മനസ്സിനെ അന്തർമുഖമാക്കുമ്പോൾ മനസ്സിലെ സങ്കല്പങ്ങളുടെ ഗതി സാവധാനത്തിലാകുന്നു. സൈലൻസിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ സൈലൻസിൻ്റെ അവസ്ഥയിൽ ഞാൻ സ്വയം ശക്തി സ്വരൂപമായി അനുഭവിക്കുന്നു. ശക്തി സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും ശക്തിയുടെ തരംഗങ്ങൾ നാലു ഭാഗത്തും പ്രസരിക്കുന്നു. ശക്തിയുടെ ഈ തരംഗങ്ങൾ എൻ്റെ ശരീരത്തിലേക്കും വ്യാപിക്കുകയാണ്. ആത്മസ്ഥിതിയിലിരുന്നു കൊണ്ട് ഇപ്പോൾ ഞാൻ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് എത്തിച്ചേരുകയാണ്. സർവശക്തിവാനിൽ മനസ്സ് ഏകാഗ്രമാക്കുമ്പോൾ ബാബയുടെ സമസ്ത ശക്തികളും വരദാനങ്ങളും എന്നിൽ നിറയുന്നു. ശക്തി സമ്പന്ന സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. നിർഭയത്വത്തിൻ്റെ ശക്തിയും സമസ്യകളെ ഇല്ലാതാക്കുവാനുള്ള ശക്തിയും വിഘ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തിയും സഹനശക്തിയും എന്നിൽ ഉൾക്കൊള്ളപ്പെടുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിലൂടെ ഞാൻ ശക്തിയുടെ അവതാരമായി മാറുന്നു. ശിവശക്തി സ്വരൂപമായി ഈ ഈശ്വരീയ ശക്തികളെ ഞാൻ സമസ്ത വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ്. ഈ ഈശ്വരീയ ശക്തി പ്രകൃതിയിലെ തത്വങ്ങളെയും പ്രഭാവിതമാക്കുന്നു. അവയെയും ശാന്തമാക്കുന്നു. ഈ ശക്തികൾ അന്യ ആത്മാക്കളിലും നിറഞ്ഞ് അവരും ശക്തിശാലിയായി മാറുന്നു.